തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ ചികിത്സാ നിഷേധ ആരോപണത്തിൽ ഏറെ നിർണായകമായ ബിസ്മീറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. മരണം ഹൃദയാഘാതം മൂലമെന്നാണ് റിപ്പോർട്ടിൽ. ശ്വാസനാളത്തിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ കയറിയത് കഠിനമായ ശ്വാസതടസ്സത്തിന് കാരണമായെന്നാണ് നിഗമനം. അതേസമയം ചികിത്സാ നിഷേധ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് ബിസ്മീറിന്റെ കുടുംബം. ഇക്കഴിഞ്ഞ ജനുവരി 19 വിളപ്പിൽ കാവിൻപുറം സ്വദേശി ബിസ്മീർ മരിച്ചത്. ഹൃദയാഘാതമാണ് ബിസ്മീറിന്റെ മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞു, ശരീരത്തിന്റെ നിറം മാറിയത് ഇതിന്റെ ലക്ഷണമാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ശ്വാസനാളത്തിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ കയറിയത് കഠിനമായ ശ്വാസതടസ്സത്തിന് കാരണമായി. ശ്വാസതടസ്സത്തെ തുടർന്ന് വിളപ്പിൽശാല സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചെങ്കിലും പ്രാഥമിക ചികിത്സ പോലും ലഭിച്ചില്ലെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബിസ്മീറിന്റെ കുടുംബം. 17-ാം തീയതി പുലർച്ചെ കൊണ്ടുപോകുന്ന സമയത്ത് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പാടാവാം. അല്ലാതെ 19-ാം തീയതി 1 മിനിറ്റ് താഴെയുള്ള നെബുലൈസേഷൻ, അതിലും പകുതിയാണ് ഓക്സിജൻ കൂടെ കൊടുത്തത്. അതല്ലാതെ വേറെ ഒരു ചികിത്സയും അവിടെ ചെയ്തിട്ടില്ല. വെറുതെ കസേരയിൽ നിന്ന് വീൽചെയറിലോട്ട് മാറ്റി അവിടെ നിന്ന് ആംബുലൻസിലോട്ട് മാറ്റി. ഇതാണ് അവിടെ ചെയ്ത പ്രാഥമിക ചികിത്സ. വേറെ ഒന്നും അവിടെ ചെയ്തിട്ടില്ല. കുടുംബം ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ ഡയറക്ടറോട് റിപ്പോർട്ട് തേടിയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.